മദർ മാക്സ. മദറിൻ്റെ ജനനസ്ഥലം മാവേലിക്കര. മദർ മാക്സയുടെ വല്യപ്പച്ചൻ ആരാണ്? കോരുത്. മദർ മാക്സയുടെ കുടുംബം കോടിക്കൽ കുടുംബം. മദർ മാക്സയുടെ മാതാപിതാക്കൾ പിലിപ്പോച്ചൻ, അന്നമ്മ. മദർ സമൂഹത്തിലെ എത്രാമത്തെ അംഗമാണ്? 5. മദറിൻ്റെ ജനന തീയതി 1904 ഏപ്രിൽ 18. മാമോദിസ മുക്കിയത് ആര്? സ്കറിയ കത്തനാർ. ഏത് പള്ളിയിൽ? മാവേലിക്കര പുതിയകാവ് യാക്കോബായ പള്ളിയിൽ. മാമോദിസ പേര്? അന്നമ്മ. മദറിന് എത്ര സഹോദരങ്ങൾ ഉണ്ടായിരുന്നു? 10. മദറിന്റെ സഹോദരൻ നടത്തിയ ആശുപത്രി? ഫിലിപ്പ് മെമ്മോറിയൽ. വിദ്യാഭ്യാസം അനുഷ്ഠിച്ചത് ബിഷപ്പ് ഹോഡ്ജസ് സ്കൂളിൽ. സ്കൂളിൽ 1ാമത്തെ പീരീഡിൽ പഠിപ്പിച്ചത് എന്തൊക്കെയായിരുന്നു? ബൈബിൾ പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും കഥകളും വാക്യങ്ങളും. അന്നമ്മയുടെ പഠനം തടസ്സപ്പെടാൻ കാരണം? ടൈഫോയിഡ് ബാധിച്ചു. പ്രൈമറി സ്കൂളിൽ വിദ്യാഭ്യാസത്തെ തുടർന്ന് എവിടെയാണ് പഠിച്ചത്? മാവേലിക്കര CMS സ്കൂളിൽ. മരണവക്കിൽ എത്തിക്കിടക്കുന്ന മകളെ നോക്കി പിതാവ് പറഞ്ഞത് എന്ത്? കുട്ടി ജീവിച്ചാൽ അവളെ ദൈവവേലയ്ക്ക് അയക്കാം. മലങ്കര യാക്കോബായ പുനരുദ്ധാരണം ജീവിതവ്രതമാക്കിയത് ആര്? PT ഗീവർഗീസ് കശീശ. പെൺകുട്ടികളെ പരിശീലനത്തിനായി എവിടേക്കാണ് കൊണ്ടുപോയത്? കൽക്കട്ടയിൽ ആംഗ്ലിക്കൻ സന്യാസഭവനത്തിലേക്ക്. മദർ എത്രാമത്തെ വയസ്സിലാണ് കൽക്കട്ടയിൽ പോയത്? 11ാമത്തെ വയസ്സിൽ. ബംഗാളിൽ എവിടെയാണ് 2 വർഷം പരിശീലനം നേടിയത്? ബാരിസോൾ ഓക്സ്ഫോർഡ് മിഷൻ ഹൗസിൽ. എപ്പിഫനി സിസ്റ്റേഴ്സിന്റെ മഠത്തിൽ 2 വർഷം പരിശീലനം നൽകിയത് ആര്? സിസ്റ്റർ ഹെലൻ. ബാരിസോളിൽ നിന്നും എന്നാണ് തിരിച്ചെത്തിയത്? 1919 മെയ് മാസത്തിൽ. പരിശീലനം പൂർത്തിയാക്കിയ യുവതികൾക്ക് ഒരു ഭവനം എവിടെയാണ് നിർമ്മിച്ചത്? തിരുവല്ല, തിരുമൂലപുരത്ത്. സഹായിക്കാൻ എത്തിയത് ആരല്ല? മദർ ഈഡത്ത്, സിസ്റ്റർ ഹെലൻ. തിരുമൂലപുരത്ത് ആരംഭിച്ച സ്കൂൾ ഏത്? ബാലികാമഠം ഹൈസ്കൂൾ. മദർ 3rd ഫോം പൂർത്തിയാക്കിയത് എവിടെ? BCMൽ. അന്നമ്മയുടെ ദൈവവിളി ഒരു ചോദ്യചിഹ്നമായതിന് കാരണം എന്താണ്? മാതാപിതാക്കളുടെ അടുത്തടുത്ത മരണം. കോഴഞ്ചേരിയിൽ മിഷൻ യോഗത്തിൽ പ്രസംഗിക്കാനെത്തിയത് ആര്? PT ഗീവർഗീസ് അച്ഛൻ. മദർ എന്ത് പഠിക്കാനാണ് തിരുമൂലപുരത്ത് എത്തിയത്? ഹോം സയൻസ്. എന്നാണ് മദർ തിരുമൂലപുരം മഠത്തിൽ എത്തി അംഗത്വം സ്വീകരിച്ചത്? 1927 മെയ് മാസം. നൊവിഷ്യേറ്റ് ആരംഭിച്ചതെന്ന്? 1928 മെയ് 28. സന്യാസ പ്രതിഷ്ഠ നടത്തിയതെന്ന്? 1929 മെയ് 29. മാക്സ എന്ന പേരിന്റെ അർത്ഥം? മീക്ക്നെസ്, വിനയം, ക്ഷമ. മദർമാർ പുനരേക്കപ്പെട്ടത് എന്ന്? 1930 സെപ്റ്റംബർ 22. മദർ TTC പഠിച്ചത് എവിടെ? തൃശൂർ കർമ്മലീത്ത മഠത്തിൽ താമസിച്ചുകൊണ്ട്. ആദ്യം പഠിപ്പിച്ചത് ഏത് സ്കൂളിലാണ്? നങ്ങ്യാറൂളങ്ങര ബഥനി സ്കൂളിൽ. പിന്നീട് ഏതെല്ലാം സ്കൂളുകളിൽ പഠിപ്പിച്ചു? തിരുമൂലപുരം, കായംകുളം, ചെങ്ങന്നൂർ. 2 ഡയോസിസൻ കോൺഗ്രിഗേഷനായി ബഥനി വളർന്നത് എവിടെ? തിരുവനന്തപുരത്തും തിരുവല്ലായിലും. സമൂഹ സംയോജനം എന്നാണ് നടന്നത്? 1956 ഓഗസ്റ്റ് 21. റോമിൽ നിന്നും നിയോഗിച്ച വൈദികൻ? ഫാദർ പ്ലാസിഡ് CMI. പ്രഥമ മദർ ജനറൽ ആരായിരുന്നു? മദർ മാക്സ. മദർ ജനറൽ പദവി എത്ര വർഷം നീണ്ടുനിന്നു? 12 വർഷം. അന്നത്തെ ജനറലേറ്റ് എവിടെയായിരുന്നു? തിരുവല്ല. മദർ തിരികെ നാലാഞ്ചിറ എത്തിയത് എന്ന്? 1968. തിരുവനന്തപുരത്ത് മദർ പ്രൊവിൻഷ്യലായ വർഷം?
1968 മുതൽ 71 വരെ. വീണ്ടും ജനറൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1974. മരണം അടുത്തു എന്ന് മനസ്സിലാക്കിയ മദർ പറഞ്ഞിരുന്നത് എന്ത്? എനിക്ക് ഭാഗ്യകരമായൊരു മരണം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. മദറിന് തൈലാഭിഷേകം നൽകിയത് ആര്? ബഹുമാനപ്പെട്ട ജെയിംസ് മാമൂട്ടിൽ OAC അച്ഛൻ. മദറിന്റെ അന്തിമ വചസ്സുകൾ എന്താണ്? ഞാൻ ബഥനിയെ അനുഗ്രഹിക്കുന്നു. മദറിന്റെ മരണം 1997 ഏപ്രിൽ 15. ആരാണ് ശവസംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത്? അഭിവന്യ കോശി വർഗീസ് കോറപ്പിസ്കോപ്പായുടെ നേതൃത്വത്തിൽ. അന്നത്തെ മദർ ജനറൽ മദർ ഫിലോമിന. സുപ്പീരിയർ ജനറൽ വന്യ ജെറോം OAC അച്ഛൻ. 41ാം ചരമദിനത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചത് അഭിവന്യ ആർച്ച് ബിഷപ്പ് സിറിൽ മാർ ബെസേലിയോസ്. സമൂഹത്തിലെ ആദ്യത്തെ 10 അംഗങ്ങളിൽ അവസാനം മരിക്കുന്ന മദർ ആരായിരുന്നു? മദർ മാക്സ.